റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് വടകരയിലെ 17-കാരന്റെ ആത്മഹത്യ നമ്മളെ വല്ലാതെ ഞെട്ടിച്ചു. ആൾക്കൂട്ട മർദ്ദനവും വിചാരണയും ഒക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുമ്പോൾ പരാതിയിൽ പറയുന്നത്. അഭിജിത്തിന്റെ സുഹൃത്ത് നൽകിയ പരാതിയിലാണ് കണ്ണൂർ സ്വദേശികളായ റിസ്വാൻ, അഭിനവ്, ഷമീൽ, നസീഫ്, ഷഹബാസ്, മിസ്ഹബ് എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചുവെന്ന് തെറ്റിദ്ധരിച്ചു മർദ്ദിച്ചുവെന്നാണ് പരാതി. അഭിജിത്തിന്റെ ഫോൺ സംഘം പിടിച്ചുവാങ്ങിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അഭിജിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്തെ, ഈ കുട്ടി യഥാർത്ഥത്തിൽ ഒരു പാവമായിരുന്നു, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ സംശയിച്ചാണ് ഇപ്പോൾ മർദ്ദിച്ചതെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ നോക്കൂ, തൂഫാൻ സർക്കാർ പരിപാടിയോട് ജനങ്ങൾ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇതിത്തിരി കടത കൈയായി പോയി. നിയമം കയ്യിലെടുത്താണ് അവർ പ്രതികരിച്ചത്. അങ്ങനെ സംശയകരമായ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതേപോലെ ഈ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ സംശയിച്ച് അല്ലെങ്കിൽ തന്നെ ഒന്ന് പോയി ചോദിച്ചാൽ പോലെ. എന്തിനാണ് ഈ തല്ലിക്കൊല്ലുന്നത്? അരുൺ, അത് തന്നെയാണ് പ്രശ്നം. അഭിജിത്തിന്റെ പ്രായം കേവലം 17 വയസ്സ് മാത്രമാണ്. ചിലപ്പോഴെങ്കിലും ഈ ആളുകളൊക്കെ പോലീസിന്റെ ജോലി ചെയ്യാനും നിയമം കയ്യിലെടുക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അത്തരം ഒരു പ്രവൃത്തിയാണ് അഴിയൂർ സ്വദേശിയായ അഭിജിത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ സംശയം. ഞായറാഴ്ചയായിരുന്നു വീട്ടിൽ അഭിജിത്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത്. ആ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം തന്നെ ചിലർ മർദ്ദിച്ചുവെന്നും തനിക്ക് ശരീരമാസകലം വേദനിക്കുന്നുവെന്നും അമ്മയോടൊക്കെ അഭിജിത്ത് പറഞ്ഞിരുന്നു, സഹോദരനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതാണ് സംഭവം എന്നുള്ള കാര്യം വീട്ടുകാർ മനസ്സിലാക്കിയിരുന്നില്ല. ആത്മഹത്യക്ക് ശേഷമാണ് അഭിജിത്തിന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കളോട് പറയുന്നത് ഇങ്ങനെ ഒരു സംഘം തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാരോപിച്ചായിരുന്നു ഈ മർദ്ദനം. അഭിജിത്തിന്റെ ഫോൺ ഈ സംഘം പിടിച്ചു വാങ്ങിയെന്നും വീട്ടിൽ പറയുമെന്ന് ഈ ആളുകൾ ഭീഷണിപ്പെടുത്തിയെന്നും സുഹൃത്തുക്കൾ ബന്ധുക്കളോട് പറയുന്നു. അങ്ങനെയാണ് പോലീസിൽ കുടുംബവും ഒപ്പം തന്നെ അഭിജിത്തിന്റെ സുഹൃത്തുക്കളും പരാതി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ചൊക്ലി പോലീസ്, അതായത് കണ്ണൂർ ചൊക്ലി സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. വടകര, അഴിയൂരും ചൊക്ലിയും ഒക്കെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് അരുൺകുമാർ. അപ്പോൾ അസ്വാഭാവിക മരണത്തിന് ചോമ്പാല പോലീസ് കേസെടുക്കുന്നു. അതോടൊപ്പം തന്നെ ചൊക്ലി സ്റ്റേഷനിലാണ് ഈ ആൾക്കൂട്ട മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതി അഭിജിത്തിന്റെ സുഹൃത്ത് നൽകിയിട്ടുള്ളത്. കുടുംബവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് ഈ നാട്ടുകാരായ 6 പേരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിസ്വാൻ, അഭിനവ്, ഷമീൽ, നസീഫ്, ഷഹബാസ്, മിസബ് എന്നിങ്ങനെയാണ് ഈ 6 പേരുടെ പേര് വിവരങ്ങൾ. ഇവർ നിലവിൽ നാട്ടിൽ നിന്ന് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ സ്ഥലം വിട്ടു, അതായത് അവിടെ നിന്ന് നാട് വിട്ടു എന്നുള്ളതാണ് ഇന്നലെ അഭിജിത്തിന്റെ അമ്മാവനായ മണികണ്ഠൻ പറഞ്ഞിട്ടുള്ളത്. ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ അമ്മാവൻ, കുടുംബമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അരുൺകുമാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തൂഫാന്റെ ഒക്കെ ഭാഗമായി വലിയ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം പരിശോധനകളോ ആൾക്കൂട്ട വിചാരണയോ ആൾക്കൂട്ട മർദ്ദനമോ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം.